الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. മദീന മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്റാനി ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധനകൾ നിർവഹിക്കാൻ സൗകര്യപ്പെടുത്തി എന്ന് പറയുന്ന റിപ്പോർട്ട്. അപ്പോൾ ആ ക്രിസ്ത്യാനികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവരുടെ ആരാധനാ സമയമായപ്പോൾ മസ്ജിദ് നബവിയിൽ അവർക്ക് ആരാധന നടത്താൻ അനുവദിച്ചു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹംബലി റഹിമഹുല്ലാ പറഞ്ഞത് ഇത് പരമ്പര മുറിഞ്ഞ ദുർബലമായ റിപ്പോർട്ടാണ് എന്ന്. ബാറക്കല്ലാഹു ഫീക്കും ഹാദാ മുൻഖതിയുൻ ലഈഫുൻ. ഇത് അദ്ദേഹത്തിന്റെ ഫത്തുൽ ബാരിയിൽ കാണാം, 3-ാം വോളിയം 244-ാം പേജ്. മക്തബത്തുൽ ഖുർബായിൽ അസരിയ അവർ പബ്ലിഷ് ചെയ്തതാണ്. അതുകൊണ്ട് മദീന മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധനാ സമയമായപ്പോൾ ആരാധനാ കർമ്മം നിർവഹിക്കാൻ സൗകര്യപ്പെടുത്തിയ സംഭവം നടന്നിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. എങ്ങനെ നടക്കും? കാരണം തൗഹീദ് മാത്രം നിർവഹിക്കാൻ സ്ഥാപിച്ച മസ്ജിദിൽ ഷിർക്കിനെതിരെ പ്രബോധനം ചെയ്യാൻ വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ പ്രവാചകന്മാരും അത് ഇസ്ലാമിന്റെ അടിസ്ഥാനാണ്. ഷിർക്കിനെതിരെയാണ് അവർ പ്രബോധനം ചെയ്തത്. ബാറക്കല്ലാഹു ഫീക്കും. ഷിർക്കിനെയാണ് അവർ ആദ്യമായി മുൻഗണന കൊടുത്ത് തടഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അനുവദിക്കുക? ഷിർക്ക് ഒരിക്കലും അനുവദിക്കുകയില്ല. തൗഹീദ് സ്ഥാപിച്ച മസ്ജിദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഏതൊരു മദ്രസ കുട്ടിക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് നമുക്ക് അനിസ്ലാമിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ തെളിവായി സ്വീകരിക്കാൻ പാടില്ല. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.